ഇപ്പോൾ ഈ സിഗ്നൽ പരിശോധന ആദ്യം ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റിൽ നടത്തി, അതിനുശേഷം ഒരു കലിങ്കിന് കീഴേക്ക് കയറിയുള്ള പരിശോധന നടത്തി അവിടെ നിന്ന് സിഗ്നൽ കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്? കേന്ദ്രീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കെട്ടിടത്തിന് മുൻഭാഗത്തായുള്ള ഷട്ടർ പൊളിച്ച് അതിനകത്തേക്ക് നീങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഫോക്കസ് എന്നുള്ളതാണ്. നേരത്തെ നിന്ന് നേരെ മാറിയുള്ള ഒരു ദിശ തന്നെയാണ്. ഈ മേഖലയിലാണോ ആ സിഗ്നൽ ലഭിച്ചത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ബ്ലൂ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അത് അവസാന ഘട്ടത്തിൽ ഡിറ്റക്ട് ചെയ്തില്ല, നെഗറ്റീവ് ആയിരുന്നു എന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു സ്ട്രോങ് സിഗ്നൽ ലഭിക്കുമോ? അവർ മടങ്ങി വരുമ്പോഴും പറഞ്ഞത് സ്ട്രോങ് സിഗ്നൽ ആണ് എന്നാണ്. അത് ആദ്യം ലഭിച്ചിരുന്ന സിഗ്നൽ തന്നെയാണ്. ഈ നിമിഷത്തിലും അത്തരത്തിലൊരു സ്ട്രോങ് സിഗ്നൽ ലഭിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അത് ഈ പോയിന്റിൽ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഭാഗത്താണോ ആ ഒരു റേഡിയസ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ ഒരു മേഖലയിലേക്ക് പരിശോധന എത്തിയിരുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ടാമത് ഇപ്പോൾ ഈ മെഷീൻ ഓൺ ആക്കിയപ്പോൾ കിട്ടിയ സിഗ്നൽ ഇവിടെയാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഉൾപ്പെടെ പൊളിച്ചൊക്കെ ഷട്ടർ പൊളിച്ച് അകത്ത് കിടക്കണമെങ്കിൽ അതൊരു ശക്തമായ സാധ്യത തന്നെയായിട്ട് നമുക്ക് വിലയിരുത്താം എന്നുള്ളതാണ്. ഈ റേഡിയസിന്റെ ഈ സിഗ്നൽ വിലയിരുത്തുന്നു. അതിനനുസരിച്ചുള്ള അനുമാനങ്ങൾ അനുസരിച്ച് ഈ ശാസ്ത്രജ്ഞർ നിർദ്ദേശം നൽകുന്നു. ഒരു ഏജൻസിയാണ്, സൈന്യത്തെ സഹായിക്കാനായി റഡാർ ഉപയോഗിച്ച ഒരു ഏജൻസിയാണ്. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് സൈന്യം ആളുകളെ ഡിപ്ലോയ് ചെയ്യുന്നു. ഒപ്പം സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവർക്ക് നിർദ്ദേശം നൽകുന്നതനുസരിച്ച് ഇവർ വേണ്ട ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു. വെളിച്ചം ഉൾപ്പെടെ സൈന്യം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. വെളിച്ചമാണ് ഏറ്റവും പ്രതികൂല ഘടകം. നേരത്തെ ഇവർ പറഞ്ഞത് നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചതാണ് അവരോട്. 3-4 ദിവസം കഴിഞ്ഞ് ഇത്തരം ദുരന്ത ഭൂമിയിൽ നിന്ന് ഇങ്ങനെയുള്ള ശുഭസൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അവർ നൽകിയ മറുപടി വളരെ പോസിറ്റീവാണ്. ദുരന്ത ഭൂമിയിൽ 4-5 ദിവസം കഴിഞ്ഞ് ജീവനോടെ ആളുകളെ എത്തിക്കാൻ ഈ റഡാർ ഉപയോഗിച്ച് സിഗ്നൽ ലഭിച്ചുള്ള തിരച്ചിൽ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു അത്ഭുതങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാണ് ഈ രാത്രി വൈകിയും ഈ നീണ്ടു നിൽക്കുന്ന സേവാ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരുടെ ഒരു എന്തിനും തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ആ നിശ്ചയദാർഢ്യം, സൈന്യത്തിന്റെ നിർദ്ദേശമുണ്ട്, NDRF ഉണ്ട്. ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണമെങ്കിൽ അതിന് ഏത് വിധേനയും നമുക്ക് ഇവിടെ എത്താം. യന്ത്രങ്ങളുടെ യാതൊരു തടസ്സവും നമുക്ക് ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുകൂലമാകുന്ന ഘടകം. ഒപ്പം കാലാവസ്ഥയും ഈ ദൗത്യത്തിന് ഇത്ര നേരവും ഒപ്പമായിരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. നേരിയ പ്രതീക്ഷയാണ്. 90% പ്രതികൂല ഘടകങ്ങളിലും 10% പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷയെ 100% മാറ്റുന്ന രക്ഷാദൗത്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇനിയും വൈകിക്കൂടാ എന്നുള്ളൊരു ചിന്ത അത് തന്നെയായിരിക്കണം ആ ഒരു നിർദ്ദേശത്തിന് പിന്നിൽ. ഇവർക്ക് നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മടങ്ങിയെത്തിയത്. ആ നിർദ്ദേശത്തിന്റെ തുടർന്നുള്ള തിരച്ചിൽ ഇവിടെ പുരോഗമിക്കുകയാണ്. എന്താണ് നെക്സ്റ്റ് എന്നുള്ള വാട്ട്സ് നെക്സ്റ്റ് എന്ന് തന്നെയായിരിക്കും മാധു നമ്മളെവരും ചിന്തിക്കുന്നത്. അതിന് ഇനി ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ഫോക്കസ് ഈ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചാണ്. അങ്ങോട്ടേക്ക് എന്തെങ്കിലും ആവശ്യമായി വരുന്നുണ്ടോ, യന്ത്രങ്ങൾ ആവശ്യമായി വരേണ്ടതുണ്ടോ, ഞാൻ എൻ്റെ സൂചിച്ചു ഇറ്റാച്ചി ഈ ഒരു മേഖലയിലേക്കൊന്നും എത്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ള തോന്നുന്ന തരത്തിലാണ് തെരച്ചിലുള്ളത്. ഇനി അങ്ങനെ എത്തിക്കണമെങ്കിൽ അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ തന്നെ ഇറ്റാച്ചി യന്ത്രമുണ്ട്. അത് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇനി എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് മണ്ണുമാന്തി ഉൾപ്പെടെ ഈ ഉപയോഗിച്ച മണ്ണ് അവിടെ നിന്ന് മാനുവലായി തന്നെ ഈ കൈക്കോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മണ്ണ് മാറ്റി നിൽക്കേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ഫോക്കസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇപ്പോൾ ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ശക്തമായ സിഗ്നലിന് സാധ്യത ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനം തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ തെരച്ചിൽ കണ്ട് അനുമാനിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് സാധ്യമാണ്. നമുക്ക് വേണ്ടത് ഒരു സൂചന മാത്രമാണ്. ബാക്കി പ്രാക്ടിക്കലാക്കാൻ, പ്രാവർത്തികമായി ഉള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും നിലവിൽ നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് മാധു ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഒരു ഭാഗം കേന്ദ്രീകരിച്ച് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഓരോ മിനിറ്റിലും സൈന്യം ഈ ശാസ്ത്രജ്ഞന്റെ അഭിപ്രായം തേടുന്നുണ്ട്. ശാസ്ത്രജ്ഞൻ നൽകുന്ന അനുമാനങ്ങളും നിർദ്ദേശങ്ങളുമാണ് റേഡിയസ് പ്രകാരം കിട്ടുന്ന ഒരു ബ്ലൂ സിഗ്നൽ. നേരത്തെ നമ്മൾ ആ മോണിറ്ററിൽ കണ്ടിരുന്നു. ആ റേഡിയസിന്റെ മോണിറ്റർ ബ്ലൂ സിഗ്നൽ, അതിന് പിറകിലായി റെഡ് സിഗ്നൽ. അത് ആളുകളുടെ രൂപരേഖയിൽ റെഡ് സിഗ്നൽ കാണിക്കും. അതൊക്കെ ഇന്റർസെപ്ഷൻസ് ആണ്, അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. മറ്റ് ആളുകൾ അതിൽ വന്നാലുണ്ടാകുന്ന തടസ്സങ്ങൾ അത് വ്യക്തമായി ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലാണ് ആ മോണിറ്ററിൽ എന്തായാലും വിസിബിൾ ആകുന്നത്. ആ മോണിറ്ററിൽ വിസിബിൾ ആകുന്ന ചിഹ്നം നേരത്തെ നമ്മൾ ഡിസ്പ്ലേയിലൂടെയൊക്കെ നമ്മൾ നേരത്തെ പ്രേക്ഷകരെ കാണിച്ചിരുന്ന ആ റെഡ് സിഗ്നലാണ്. അത് തടസ്സങ്ങളായി രേഖപ്പെടുത്തുന്നത്. ബ്ലൂ സിഗ്നലാണ് പ്രതീക്ഷ, ശ്വാസത്തിന്റെ ഘടകം കണ്ടെത്തി എന്ന് പറയുന്ന ബ്ലൂ സിഗ്നൽ. അതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് തിരിച്ചിൽ നടത്തുന്നു. കുറച്ചുകൂടി അപ്പുറത്തേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി നേരത്തെ ആ ഷട്ടർ പൊളിച്ചുള്ള ആ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടായി നീങ്ങുന്നു. വെളിച്ചം ഒക്കെ എത്തിച്ചിട്ടുണ്ട്. ഇനിയും വെളിച്ചം ആവശ്യമെങ്കിൽ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. തെരച്ചിൽ ആ രീതിയിൽ തന്നെ, ആ ഒരു പ്രതീക്ഷയിൽ തന്നെ പുരോഗമിക്കുകയാണ് മാധു.
അരുൺ, ഈ ഇന്ന് രാത്രി മുഴുവനും ഈ മിഷൻ തുടരാൻ തന്നെയുള്ള ഒരു നീക്കത്തിൽ തന്നെ ആയിരിക്കില്ലേ? നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും രാത്രി തിരച്ചിലോ രക്ഷാപ്രവർത്തനമോ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ജീവൻ എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ സൈന്യം നിശ്ചയമായും രാത്രിയെന്നോ പകലെന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളുണ്ടോ എന്നുള്ളതൊന്നും നോക്കാതെയുള്ള രക്ഷാപ്രവർത്തനത്തിനായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും ഈ തിരച്ചിലുണ്ടാകും. അതെ, എത്ര വൈകിയാലും ഈ തെരച്ചിൽ തുടരാൻ സജ്ജമാണ്. നമ്മുടെ സംവിധാനങ്ങളും അതിനനുസരിച്ച് സജ്ജമാണ് എന്നുള്ളതാണ്. നേരത്തെ അവർ മടങ്ങാൻ തയ്യാറായപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രതികൂല ഘടകങ്ങൾ അവർ സൂചിപ്പിച്ചിരുന്നു. അത് ഒന്നാമത്തേത് നെഗറ്റീവ് ആയിരുന്നു ഈ സിഗ്നൽ എന്നുള്ളതാണ്. പിന്നീട് ഉണ്ടായിരുന്ന സിഗ്നൽ ആദ്യം കാണിച്ചിരുന്ന സിഗ്നൽ സ്ട്രോങ് ആണെന്നത് വിശ്വാസം ഉണ്ടായിരുന്നു. അവർ ചർച്ച നടത്തിയതിനു ശേഷം തീരുമാനിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോഴും ഈ ഘട്ടത്തിലൊന്നും ഇനി തിരിച്ചു വരില്ല എന്നാണ് കരുതിയത്. ആ ചർച്ചയ്ക്കൊടുവിൽ ഇവരുമായി സ്വാഭാവികമായി സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിനെ അനുസരിച്ചൊക്കെ അവർക്കൊരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ടാകും, ഒരു വിലയിരുത്തൽ അവർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാകും. ആ ഈ അധികൃതരുമായി വിലയിരുത്തൽ, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് എന്ന് അനുമാനിച്ചുകൊണ്ട് തന്നെയാകാം നമ്മൾ ഈ തെരച്ചിൽ തുടങ്ങിയതെന്ന് സംശയമില്ല. അപ്പോൾ ഈ രാത്രി വൈകിയ വേളയിൽ 6 മണി കഴിഞ്ഞാണ് ഈ തെരച്ചിലിനെത്തുന്നത്. അപ്പോൾ എത്ര വൈകിയാലും അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ ആയി വരാൻ തന്നെ സമയമെടുക്കും നമുക്ക്. അപ്പോൾ എത്ര വൈകിയാലും പുലർച്ചെ നീണ്ടാലും തെരച്ചിൽ തുടരാം എന്നുള്ളൊരു സാധ്യത അവിടെ ഇല്ലാതെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് കൽപ്പിച്ച് കൂട്ടി തന്നെയുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്ര രാത്രി വൈകിയാലും തെരച്ചിൽ, കാരണം ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ 1% പ്രതീക്ഷയാണ് അതിന് 100% എഫേർട്ടും കൊടുത്ത് നമുക്ക് അതിനെ ഇനിയും വൈകിപ്പിച്ചുകൂടാ എന്ന് ഡു ഓർ ഡൈ എന്നൊരു ഘടകം തന്നെ ആണ് നമുക്ക് ഈ തെരച്ചിലിൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഓരോ ഫോക്കസ് പോയിന്റുകൾ കേന്ദ്രീകരിച്ച റേഡിയോ സിഗ്നൽ ശക്തമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചതും ആവർത്തിച്ച് അവർ മറുപടിയും പറഞ്ഞു. ശാസ്ത്രജ്ഞൻ ആണ് പറഞ്ഞത്. നിലവിൽ എന്ന ശാസ്ത്രജ്ഞൻ ഈ സ്വകാര്യ ഏജൻസിയാണ് സൈന്യത്തെ സഹായിക്കാൻ റഡാറുമായി മുൻകാല പശ്ചാത്തലം നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ചരിത്രം നമുക്കുണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ ആളുകളെ രക്ഷപ്പെടുത്തിയ ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ദുരന്ത ഭൂമിയിൽ നിന്ന് ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്തിയ ഈ റഡാർ സിഗ്നലിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ അത്തരത്തിൽ നമ്മുടെ ഈ 4ാം ദിനം പിന്നിടുമ്പോൾ നമ്മുടെ തിരച്ചിലിൽ വന്ന പുരോഗതിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. നിരവധി പ്രതിസന്ധി ഘടകമാണ്. 1ാം ദിനം മുതൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോകാം. മുണ്ടക്കൈ എന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നറിഞ്ഞ് പുലർച്ചയോടുകൂടി നമ്മുടെ പ്രതിനിധി കമൽ അവിടെ എത്തുമ്പോൾ പോലും പറഞ്ഞ കാര്യം ഞാൻ ഓർക്കും. നമുക്ക് അവിടേക്ക് ഒരു ആക്സസ് പോയിന്റ് ഇല്ല മുണ്ടക്കൈയിലേക്ക്. അങ്ങനെ വന്ന മുണ്ടക്കൈയിലേക്ക് നമ്മൾ അവിടെ പാലം നിർമ്മിക്കുന്നു, അത് തകർന്നു പോകുന്നു. പിന്നീട് നമ്മൾ അവിടെ ബെയിലി പാലം നിർമ്മിക്കുന്നു. ഓരോ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിലും അതിജീവനം നമ്മൾ കണ്ടു. അത്തരത്തിൽ ഇവിടെയും ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയ തിരച്ചിലാണ്. നിലവിൽ പ്രതിസന്ധികളൊന്നും ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് തന്നെ പറയുകയാണ്. നിലവിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ മാറി നിൽക്കുന്നു. പക്ഷേ എന്തെങ്കിലും ദുഷ്കരമാക്കുന്ന പല ഘടകങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിലേക്കാണ് നമ്മുടെ ഫോക്കസ്. നിലവിൽ ഞാൻ പറഞ്ഞ 3 ഘടകങ്ങളിലേക്ക് വരാം. തിരച്ചിലിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആദ്യം റഡാർ സിഗ്നലിലൂടെ അവർ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തും. സൂചന ശക്തമാണെങ്കിൽ ആ ഒരു ഫോക്കസ് പോയിന്റ് കേന്ദ്രീകരിച്ച് തന്നെയാകും. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ റഡാർ വഴി സൈനികർക്ക് നൽകും. സൈനികർ ഡിപ്ലോയ് ചെയ്യുന്നതനുസരിച്ച് ഈ സന്നദ്ധ സേവാ പ്രവർത്തകരൊക്കെ ആ മേഖലയിലേക്ക് ഇറങ്ങും. ഈ മേഖലയിൽ ഇറങ്ങി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അവരെ ഒരു ചർച്ച നടത്തുന്നതായാണ് നമ്മൾ കാണുന്നത്. റഡാർ സിഗ്നലിൽ എന്താണോ കിട്ടുന്നത് അതനുസരിച്ചാണ് ഈ ഓപ്പറേഷന്റെ സ്റ്റാറ്റസ്. അതനുസരിച്ച് നമ്മൾ നീങ്ങും. നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നു. സന്നദ്ധ പ്രവർത്തകർ എന്തിനും തയ്യാറായിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ. ഒപ്പം തന്നെ ഈ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ എത്തിക്കാൻ ബെയിലി പാലം വഴി ഇവിടേക്ക് എല്ലാവിധ മാർഗങ്ങളും ഉണ്ടാകും. നമുക്ക് വേണ്ടത് ആ സിഗ്നൽ തന്നെയാണ്. മാധു, ശക്തമായ സിഗ്നൽ തന്നെയാണെങ്കിൽ നമുക്കൊരു പോയിന്റ് ഫോക്കസ് ചെയ്ത് ആ തെരച്ചിലേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്.